വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം വൈകുകയാണ്. മന്ത്രിസഭ അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കാനായില്ല. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറുന്നതും മന്ത്രിസഭയിലെ മുതിർന്ന അംഗം A.P. അനിൽകുമാറിന് കാര്യമായ വകുപ്പുകൾ ലഭിക്കാത്തതുമാണ് തർക്ക വിഷയം. ചില തർക്കങ്ങളുണ്ടെന്നും ഇന്ന് തന്നെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുമെന്നും മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. നമ്മളേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്തെ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണം 2ാം ദിവസം, അതിനുശേഷവും വകുപ്പുകൾ പലർക്കും കൃത്യമായ വകുപ്പുകൾ ഏതൊക്കെയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു റോജി എം ജോണിനൊന്നും ഇതുവരെ ഒരു വകുപ്പായിട്ടില്ല. ഇതിൽ ഇപ്പോഴും സ്റ്റിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ലോഡിംഗ് എന്ന സ്റ്റാറ്റസ് ആണോ? ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് ഈവനിങ്. ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ആർക്കും സാങ്കേതികമായി ആയിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലുള്ള സീനിയർ നേതാക്കൾക്കൊക്കെ ആഭ്യന്തര വിജിലൻസ് ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അവർ അതനുസരിച്ച് ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ വിജ്ഞാപനം പുറത്തിറങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ ആർക്കും വകുപ്പില്ല. സാധാരണ ഇതിനുള്ള നടപടിക്രമം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വകുപ്പ് വിഭജനം പൂർത്തിയാക്കി. വകുപ്പ് വിഭജനം എന്നാൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. പാർട്ടികൾ ചർച്ച ചെയ്യുമെങ്കിലും പൂർണ്ണമായും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധികാരമാണ്. മുഖ്യമന്ത്രിയിലാണ് അധികാരമെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രി വകുപ്പ് വിഭജനം നടത്തി ഗവർണർക്ക് കൈമാറി ഗവർണർ അംഗീകാരം ലഭിക്കുന്നതോടെയാണ് വിജ്ഞാപനം പുറത്തിറങ്ങേണ്ടത്. ആ വിജ്ഞാപനം പുറത്തിറങ്ങാത്തതുകൊണ്ട് ആർക്കും ഏതൊക്കെ വകുപ്പുകളാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്നാൽ ഇത്തരം ഒരു അവ്യക്തതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമ്മൾ കാണിച്ച K. മുരളീധരൻ്റെ പ്രതികരണത്തിൽ പറയുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നാകെയാണ് ലീഗ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ മന്ത്രിമാരുടെ എണ്ണം 21 ആകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും വിഭജിക്കുകയും ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവർ പകരം ആവശ്യപ്പെടുന്നത് ഫിഷറീസാണ്. കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച അബ്ദുൽ ഗഫൂറിന് വേണ്ടിയാണ് ഈ ഫിഷറീസ് വകുപ്പ് ലീഗ് ആവശ്യപ്പെടുന്നത്. ലീഗിന് നൽകാൻ ഒരു ഘട്ടത്തിൽ വരെ മുഖ്യമന്ത്രി V.D. സതീശൻ സന്നദ്ധനാവുകയും ചെയ്തിരുന്നു. എന്നാൽ ലത്തീൻ കത്തോലിക്ക തിരുവനന്തപുരം അതിരൂപത ഇക്കാര്യത്തിൽ ചില കൺസേൺസ്, ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തങ്ങളുടെ സഭാംഗമായ ഒരാൾ അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വീകാര്യനായ ഒരാൾ ഈ കാര്യത്തിൽ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇതനുസരിച്ച് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ചുള്ള ലത്തീൻ സഭാംഗം എന്ന് പറയാവുന്ന ആൾ ചവറയിൽ നിന്ന് ജയിച്ച ഇപ്പോൾ മന്ത്രിയായ ഷിബു ബേബി ജോണാണ്. അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിന് വനംവകുപ്പ് നൽകിക്കഴിഞ്ഞു. വനംവകുപ്പിൽ അദ്ദേഹം ആക്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ വകുപ്പ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ, ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം A.P. അനിൽകുമാർ മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയാണ്. അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പും പാർലമെന്ററി സ്പോർട്സ് കാര്യ വകുപ്പുകളുമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിനും അതിർത്തിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട പലതിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള, പ്രത്യേകിച്ചും ലീഗുമായിട്ടുള്ള ഈ ഫിഷറീസിൻ്റെ കാര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ തീർപ്പുണ്ടായാൽ മാത്രമേ മറ്റു കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കൂ. നേരത്തെ യുവജനകാര്യ വകുപ്പ് മാത്രമായി നിർദ്ദേശിച്ചിരുന്ന O.J. ജനീഷ്, കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള O.J. ജനീഷ് എന്ന മന്ത്രിക്ക് തൊഴിൽ വകുപ്പോട് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിനകത്ത് തന്നെ ഇതിൽ തുടക്കം തൊട്ട് ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. ഈ വൈദ്യുതി വകുപ്പ് വേണ്ട എന്നുള്ളൊരു ആവശ്യം അത് K. മുരളീധരൻ ആദ്യം ഉയർത്തുന്നു. അതിന് പിന്നീടാണ് ഈ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റമൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇപ്പോഴും അതിലൊരു പൂർണ്ണമായ തീരുമാനം ഒന്നിലും കൈവന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തിന്റെ പിടിപ്പുകളായിട്ട് കാണാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും മാരത്തൺ ചർച്ചകൾ നടന്നിട്ടും ഈ വകുപ്പ് ഒരു തീരുമാനമാകാതെ കിടക്കുന്നു എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ്. ഇന്ന് ഒരു തീരുമാനം ആയി വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് K. മുരളീധരൻ പ്രതികരിച്ചത്. അത് സാധ്യമാകുമോ? പ്രജിൻ, ഉച്ചവരെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഫയൽ പോയാൽ വളരെ വേഗം തന്നെ ലോക്ഭവനിൽ നിന്ന് ഇത് അംഗീകാരം നൽകി വരികയും പിന്നീട് ഗസറ്റ് വിജ്ഞാപനം വരികയും ചെയ്യും. അത് വളരെ വേഗത്തിൽ നടക്കുന്ന പ്രൊസീജിയറാണ്. അതിനു മുമ്പ് രാഷ്ട്രീയ ഭരണതലത്തിൽ ഇക്കാര്യത്തിലൊരു ധാരണയാകേണ്ടതുണ്ട്. വകുപ്പുകൾ ആർക്കൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു അന്തിമ ധാരണയാകേണ്ടതുണ്ട്. ആ അന്തിമ ധാരണ ഉണ്ടാകാൻ ഉള്ള കാരണം നേതൃത്വത്തിൻ്റെ ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത്. നേതൃത്വത്തിനൊരു കൺക്ലൂഷനിൽ, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ പിടിപ്പുകേടായിട്ടോ അല്ലെങ്കിൽ അവരുടെ പരാജയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും.
എങ്കിൽ പോലും ഇപ്പോൾ സംഭവിക്കുന്നത് തീരുമാനമെടുക്കുന്നതിൽ ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം തീർത്താൽ കോൺഗ്രസിനകത്ത് ചില അറേഞ്ച്മെൻറ്റുകൾ വേണ്ടിവരും. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചില മാറ്റങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ചർച്ചകൾ നീണ്ടുപോകുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് എന്നിവയിൽ തട്ടിയാണ് പ്രശ്നം നീണ്ടുപോകുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് മികച്ച വകുപ്പുകൾ ലഭിക്കാത്തതിലുള്ള അതൃപ്തിയുള്ളവരുണ്ട്. നേരത്തെ മുരളീധരനാണ് ഇക്കാര്യത്തിൽ ആദ്യം ലഭിച്ച ആരോഗ്യം വേണ്ട വൈദ്യുതി മതി എന്നൊരു നിലപാടെടുത്തു. എന്നാൽ വൈദ്യുതി വന്നപ്പോൾ അദ്ദേഹം വൈദ്യുതി വേണ്ട ആരോഗ്യം മതി എന്ന് തിരിച്ചൊരു സമീപനം എടുത്തു. ഇങ്ങനെയൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ വന്നത്. അതോടുകൂടി ആദ്യം ഉണ്ടാക്കിയ ഒരു അറേഞ്ച്മെൻറ്റ് പാടെ മാറ്റേണ്ടി വന്നു എന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് തന്നെ വിജ്ഞാപനം ഇറങ്ങുന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.